പരസ്യമായി പ്രഖ്യാപിച്ചു. ആളുകളെ എതിർത്തു, കൂടെ നടന്നവരെ എതിർത്തു, കൂടെ പ്രസംഗിച്ചവരെ എതിർത്തു. പല ആളുകളും ഈ ഒരു തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു, നിഷ്ക്രിയരായി. ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രമല്ല, അതിനെതിരായി ഏതെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്ലാമികമായ നടപടി. ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ്? സുഖമല്ലേ? അപ്പം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു തേനെ കുറിച്ച് കണ്ട് പറയാനുണ്ട്. അപ്പോൾ സ്ത്രീ തപസ്യ എന്നൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ അതിലൊന്ന് മേടിച്ചതാണ്. നല്ല നാടൻ തേന്, കാട്ടു തേന്, ആദിവാസികൾ കാട്ടിൽ പോയി കണ്ട് ശേഖരിച്ച ഒരു തേനട്ടത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ സാധനം തോന്നുന്നത് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകും കണ്ടില്ലേ? ഇതിന് പതടക്കം സാധനം ഉണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ള തേനുമാരല്ല ഇത് നമ്മുടെ പത വരാണിത്. അത്രക്കും ഒറിജിനൽ ആയതുകൊണ്ടാണ് ഞാൻ സാധനം മേടിച്ചത്. ഒരുപാട് ആളുകൾ ഇത് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേജിൽ പോയി കാണുന്നത് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിക്കേണ്ടത്. കാരണം ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാധനം, ഒരു മായം ചേർക്കാത്ത കാട്ടിന് നേരെ പിടിച്ചു കൊടുത്തും കാണുന്ന ഈ സാധനം ഇവിടെ. നമുക്ക് വിശ്വസിച്ച് മേടിക്കാട്ടോ ഈ സാധനം. അപ്പോൾ സ്ത്രീ തപസ്യ എന്ന പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ പോയാൽ അവരെ കാര്യങ്ങളും ആ സ്ത്രീയാണ് ഒരു ക്യാൻസർ വന്നുങ്ങാണ്ട് തരണം ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അവർക്ക് അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ ഓർഗാനിക് ബിസിനസ് ചെയ്യുന്നതിൽ അത് ഇത് മാത്രമല്ല, തേൻ മാത്രമല്ല, അതിൽ പിന്നെ മസാലപ്പൊടികൾ കാര്യങ്ങൾ, അതുപോലെ സ്പൈസസ്, വയനാട് സ്പൈസസ് കാര്യങ്ങൾ, അതുപോലെ മുത്താരിപ്പൊടി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ പേജിൽ പോയോ? ഞാൻ ഇപ്പോൾ ഈ പേജിൽ ഇത് മെൻഷൻ ചെയ്യട്ടോ. അപ്പോൾ വയനാട്ടിൽ നല്ല നാടൻ തേൻ, അതുപോലെ നല്ല സ്പൈസസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറ്റുമായി കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ.